കീം മാർക്ക് ഏകീകരണ അപ്പീലിലും തിരിച്ചടി കിട്ടിയതോടെ പഴയ രീതിയിൽ പ്രവേശന നടപടി തുടങ്ങി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പ്രകാരം ഓപ്ഷൻ സ്വീകരിക്കാനുള്ള ഉത്തരവ് ഉടനിറക്കും. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ റാങ്ക് ലിസ്റ്റ് പുതുക്കിയതോടെ കേരള സിലബസിലെ വിദ്യാർത്ഥികൾക്കുണ്ടായത് വലിയ തിരിച്ചടിയാണ്. 7000 റാങ്കിന്റെ നഷ്ടം വരെ ഉണ്ടായ വിദ്യാർത്ഥികളുണ്ട്. കുട്ടികളുടെ ഭാവി ആശങ്കയിലായെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. എൻട്രൻസ് കമ്മീഷണറേറ്റിൽ KSU പ്രതിഷേധിച്ചു. പുതുക്കിയ രീതിയിൽ ആദ്യം വന്ന കീം റാങ്ക് ലിസ്റ്റ് പ്രകാരം കോഴിക്കോട് സ്വദേശി ഫെൻസയ്ക്ക് 2300-നടുത്തായിരുന്നു റാങ്ക്. എന്നാൽ റാങ്ക് ലിസ്റ്റ് പുതുക്കിയതോടെ റാങ്ക് 8000-ലേക്ക് താഴ്ന്നു. 31 അത്ര ഡിഫറൻസ് വന്നിട്ടുണ്ട് സ്കോറിൽ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും എക്സ്പെക്ടേഷനിൽ നിന്നിട്ടാണ് ഈ കീം എക്സാം ഒക്കെ അത്രയും പ്രിപ്പയർ ചെയ്ത് എഴുതുന്നത്. പക്ഷേ അതിനൊന്നും ഒരു വാല്യൂ ഇല്ലാണ്ടായി പോവാണ്. വേറെ കോളേജസോ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കില്ല. കാരണം ഇത് നമുക്ക് കിട്ടുന്നൊരു ഉറപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഇനി ഒന്നും ഇല്ലാത്ത അവസ്ഥയിലായി. ഇത് ഒരു വിദ്യാർത്ഥിയുടെ മാത്രം കഥയല്ല. 7000 റാങ്കിന്റെ വ്യത്യാസം വരമെന്ന വിദ്യാർത്ഥികളുണ്ട്. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചാണ് സർക്കാർ കളിച്ചതെന്ന് രക്ഷിതാക്കളും പരിശീലകരും ആരോപിക്കുന്നു. സയന്റിഫിക് സ്റ്റഡി ഇല്ലാതെ തിടുക്കം കൂട്ടി പരിപാടി നടത്തിയതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം വരുന്നത്. ഒരു ദീർഘവീക്ഷണമില്ല, ഒരു വിഷൻ ഇല്ല, പ്രോപ്പറായിട്ട് ഒന്നും. ഇപ്പം അടുത്ത വർഷത്തെ കാര്യം അടുത്ത വർഷം നോക്കാന്നാ പറയുന്നത്. അടുത്ത വർഷത്തെ കാര്യം ഇപ്പോഴാണ് നോക്കേണ്ടത്. ആർക്ക് വേണ്ടിയാണ് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചു. പ്രോസ്പെക്ടസിൽ ഭേദഗതി വരുത്തരുത് എന്നാണ് അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിരുന്നത്. എന്നിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഭേദഗതി വരുത്തിയത്? ഭേദഗതി വരുത്തി ആ കിം പരീക്ഷാ ഫലത്തെ മുഴുവൻ അട്ടിമറിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കൂടി ഇവരെ കൊളമാക്കി മാറ്റി. സംഭവത്തിൽ വിദ്യാർത്ഥി പ്രതിഷേധവും ശക്തമായി. KSU തിരുവനന്തപുരത്ത് എൻട്രൻസ് കമ്മീഷണർ ഓഫീസിലെത്തി കമ്മീഷണറെ തടഞ്ഞു. പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്.